ഇവരിൽ മേയറെ ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം ഈ മറ്റേ കേസിലെ കുറ്റാരോപിതനായ ഡ്രൈവറിനെ പോലെ സാധാരണക്കാരാണ്. MLAയ്ക്കും അസാധാരണത്വം അവകാശപ്പെടാം. ഇവർക്ക് ആർക്കുമെതിരെ ഒരു കേസുമില്ല, ഒരു നടപടിക്രമങ്ങളും ഇല്ല. FIR ഇട്ടതിന് ശേഷം ഒരനങ്ങാപ്പാറ നില ഒരു സമീപനം പോലീസ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ പോലൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവരവും വിദ്യാഭ്യാസവും ബോധ്യവുമുള്ള ജനങ്ങളെ പുച്ഛിക്കുക എന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക? അത് മാത്രമല്ല, ഇത്ര കേൾക്കാൻ അറയ്ക്കുന്ന ഭാഷയിലല്ലേ വിളിച്ചത്. സാധാരണ ഒരു പബ്ലിക് സ്പേസിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥയിൽ ലഹരിക്ക് അടിമയിലല്ലാത്ത ഒരു വ്യക്തി പറയുവാൻ അറയ്ക്കുന്നതും അവൻ അതിന് മുതിരാത്തതുമായിട്ടുള്ള പ്രയോഗങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അവരാണ് ലഹരി ഉപയോഗിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. യദുവിനെ എക്സാമിൻ ചെയ്തതിനകത്ത് തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമല്ലോ. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ മനസ്സിലാക്കേണ്ടത്, ഈ യദുവിനെതിരെ പരാതി കൊടുത്ത ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് FIR ഇട്ടിരിക്കുന്നത് മേയർ എന്നാണ്. ഓൺ ദി അതർ ഹാൻഡ്, കോടതിയുടെ നിർദ്ദേശത്തിൽ രജിസ്റ്റർ ചെയ്ത FIR-നകത്ത് ആര്യ രാജേന്ദ്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു FIR-ൽ മേയറും മറ്റേ FIR-ൽ ആര്യ രാജേന്ദ്രനും ആകുന്നത്? ആദ്യം ഇട്ട FIR-ൽ കാണിച്ച മര്യാദകേട് വൈകിയ വേളയിലെങ്കിലും തിരുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അവിടെ മേയറാണെങ്കിൽ ഇവിടെയും കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തത് ആരാധ്യയായ മേയർക്കെതിരെയല്ലേ? അപ്പൊ അവിടെ മേയറിന് അവിടെയും വരണമല്ലോ. ഒരു FIR-ന് എങ്ങനെ, രണ്ട് FIR-കൾക്ക് എങ്ങനെ രണ്ട് നീതിയാകുന്നത്? ഈ പാർട്ടികളെ കുറിച്ചുള്ള എന്യൂമറേഷൻ എങ്ങനെ രണ്ട് രീതിയിൽ വരുന്നത്? എന്ന് മാത്രമല്ല, ഈ 354A എന്ന് പറയുന്ന ഒഫൻസാണ് യദുവിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്, FIR-ൽ ഇട്ടിരിക്കുന്നത്. ആ ഒരു ഒഫൻസ് മാത്രമേ അദ്ദേഹത്തിനെതിരെ ഉള്ളൂ. ഞാൻ ഒരു രീതിയിലും യദുവിനെതിരെയുള്ള ആരോപണത്തിനെ അതിനെ വില കുറച്ച് കാട്ടുകയോ അത് ന്യായീകരിക്കുകയോ അല്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ഈ 354A പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നത് 4 കുറ്റകൃത്യങ്ങൾ എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അതിനകത്ത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് ആദ്യത്തേത്. രണ്ടാമത്തത് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുക എന്നുള്ളത്, രണ്ടും ഗൗരവകരമാണ്. മൂന്നാമത് മര്യാദഘട്ട ആംഗ്യവും ചേഷ്ടയുമല്ല, മറ്റു കുറച്ചുകൂടെ വികൃതമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത്. ഇതിനകത്ത് നാലാമത്തത് മേക്കിംഗ് സെക്ഷുവലി കളേർഡ് റിമാർക്സ്. ഈ 4 എണ്ണത്തിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത് നാലാമത്തത് മാത്രമാണ് എന്നുള്ളത് ഈ ചേഷ്ടയാണ് കാണിച്ചത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകും. ഇതിനകത്ത് ഈ സെക്ഷന്റെ 3-ാമത്തെ ഉപവകുപ്പിൽ പറയുന്നത് ആ ഒഫൻസിന്റെ ശിക്ഷ എന്ന് പറയുന്നത്, ഈ ക്ലോസ് 4-ൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ പിഴ, പരമാവധി 1 വർഷം വരെ തടവ് ശിക്ഷ. പിഴയിൽ തുടങ്ങി 1 വർഷം വരെ പരമാവധി തടവ് ശിക്ഷയും അതിനോടൊപ്പം പിഴയുമാകാം. അവിടെ അവസാനിക്കുന്ന ഒഫൻസാണ് 354A വിരിട്ടതനുസരിച്ച്. ഓൺ ദി അതർ ഹാൻഡ്, കോടതി നിർദ്ദേശപ്രകാരം എടുത്തിരിക്കുന്ന കേസിൽ ഈ MLAയ്ക്കും ഭർത്താവിനും അനുചരന്മാർക്കും എതിരെ എടുത്തിരിക്കുന്ന കേസിൽ 7 ഒഫൻസസ് ആണുള്ളത്. 353 ഉൾപ്പെടെ 2 വർഷം തടവ് കിട്ടാവുന്ന ഒഫൻസ് ഉൾപ്പെടെ 7 ഒഫൻസസ് അവിടെ ഉണ്ട്. എന്നിട്ട് അവരെക്കെതിരെ ഒരു ചെറു വിരൽ പോലീസ് അനക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോടതിക്ക് എന്ത് വില കൽപ്പിക്കുന്നത്? ഒരു നിയമ കോടതിയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടി നിൽക്കുന്ന നീതിപീഠമാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തോ? ഇവരെ വിളിച്ചു വരുത്തിയോ? ആ സാധാരണക്കാരനായ ഡ്രൈവർ അയാൾക്കെതിരെ കാണിച്ച ആ ഒരു തിടുക്കം, അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് തീരുമാനം എടുത്തത്? എന്തുകൊണ്ട് ഈ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്കെതിരെ ഇങ്ങനെ ഒരു തീരുമാനം അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുവാനുള്ള നട്ടല് കേരള പോലീസ് കാണിക്കുന്നില്ല? ഒരിടത്ത് പരാതിക്കാരി മേയർ, ഇവിടെ ആര്യ രാജേന്ദ്രൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇട്ട FIR-ൽ. ഇരട്ട നീതിക്ക് ഇതിലും വലിയൊരു ഉദാഹരണം നമുക്ക് കാണിക്കാൻ കഴിയുമോ? അപ്പോൾ സ്വാഭാവികമാണ്, നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഭരണകൂടത്തിന് നീതിബോധം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ കാണുക, ഇത്തരത്തിൽ ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളതിലുപരി നിയമവ്യവസ്ഥയ്ക്ക് പോലും പരിമിതിയുണ്ട് എന്ന് സാധാരണക്കാരനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കോടതിക്ക് എന്ത് വില? കോടതി നിർദ്ദേശപ്രകാരം, അതിന് മുൻപേ എടുക്കേണ്ടിയിരുന്ന കേസ് കോടതി നിർദ്ദേശപ്രകാരം FIR ഇട്ടു. ഒന്ന് സമ്മൺ ചെയ്ത് ചോദ്യം ചെയ്യാൻ പോലും ഇവർ സന്നദ്ധരാകുന്നില്ല എന്ന് പറയുമ്പോൾ
ഇവിടെ ആര്യ രാജേന്ദ്രൻ മേയർ അല്ലാതെ തന്നെ ആരാധ്യയാകുകയാണ് ചെയ്യുന്നത്. ഒരു ജനാധിപത്യത്തിനോട് ഇതിലധികം ഡിസ്റെസ്പെക്ട്, ബഹുമാനമില്ലായ്മ എങ്ങനെയാണ് കേരളത്തിലെ പോലീസിന് കാട്ടാൻ കഴിയുക? രാവന്തിയോളം ട്രാഫിക് സിഗ്നലിൽ നിന്നുകൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ട് സാധാരണക്കാരനെ സഹായിക്കാൻ ശ്രമിക്കുന്ന സാധാരണ കാക്കി അണിഞ്ഞ പോലീസുകാരുണ്ട്. അവരോട് ചെയ്യുന്ന മര്യാദകേടല്ലേ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നിർദ്ദേശത്തിൽ പ്രകാരം ഇത്തരത്തിൽ തീരുമാനമെടുക്കുക, ഇത്തരത്തിൽ ചോദ്യം ചെയ്യാതിരിക്കുക വഴി അവർ കാട്ടുന്നത്? പൗരബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ റോഡിൽ നിന്നുകൊണ്ട് അയാളുടെ ജോലി ചെയ്യുമ്പോൾ അയാളിൽ ഉണ്ടാകുന്നത് ആ പൗരബോധവും തൊഴിലിനോടുള്ള പ്രതിബദ്ധതയുമാണ്. തങ്ങളുടെ കൂട്ടാളികൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ലാക്കോടുകൂടി ഭരണാധികാരികളുടെ ഇച്ഛപ്രകാരം നിയമക്കോടതികളെ നോക്കി കൊഞ്ഞണം കുത്തി കാട്ടുമ്പോൾ സാധാരണക്കാരിൽ എന്ത് ആശയാണ് ഈ വ്യവസ്ഥയിലുള്ളത്? ഇതിനിടയിൽ ഈ FIR-കളിലേക്കൂടെ കടന്നുപോയപ്പോൾ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയുണ്ടായി. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആ ഒരു സംശയത്തിലാണ് യദുവിനെ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ യദുവിനെതിരെ 201 തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒഫൻസ് ഇട്ടിട്ടില്ല. പക്ഷേ യദു പരാതിക്കാരനായിട്ടുള്ള കോടതിയുടെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR-ൽ 201 ഇട്ടിട്ടുണ്ട്. ആർക്കെതിരെ? MLA-ക്കും മേയർക്കും അവരുടെ ബന്ധുക്കൾക്കും എതിരെ 201 ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പരാതിക്കാരന്റെ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രതിയായിട്ടുള്ള MLA-ക്കും മേയർക്കും അവരുടെ ബന്ധുക്കൾക്കും എതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ അതിനകത്തെ പരാതിക്കാരനായിട്ടുള്ള യദുവിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നതിനകത്തെ ആ ഒരു വിരോധാഭാസം. അപ്പൊ കോടതി എന്താ ഈ 201 മനസ്സിലാക്കാതെയാണോ ഡിറക്ഷൻ കൊടുത്തത്? FIR ഇവർക്കെതിരെയാണ് ഇട്ടിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി കാർഡ്, ബസ്സിലെ CCTV ക്യാമറയുടെ DVR യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കി. 1 മുതൽ 5 വരെയുള്ള പ്രതികൾ എന്നിതിനകത്ത് വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, FIR ഇട്ടിട്ടുണ്ട്. അപ്പൊ മേയർക്കും MLA-ക്കും അവരുടെ ബന്ധുക്കൾക്കും എതിരെ അവരെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ പോലുമുള്ള സന്നദ്ധത കാണിക്കാതെയാണ് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിലെ പരാതിക്കാരനെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുന്നത്.